രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗ കേസിലെ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് പ്രോസിക്യൂഷൻ. വിവരങ്ങളുമായി ഇപ്പോൾ തിയോഫിൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. തിയോഫിൻ, നേരത്തെ തന്നെ സർക്കാർ ഈ നിലപാട് അറിയിച്ചതാണ്, അപ്പീൽ പോകും ആ മുൻകൂർ ജാമ്യം അനുവദിക്കലിനെതിരെ എന്ന്. ഇപ്പോഴിതാ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ സർക്കാർ. അതായത് പ്രോസിക്യൂഷൻ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി, തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയ, അതായത് രണ്ടാമത്തെ കേസിൽ നൽകിയ ആ മുൻകൂർ ജാമ്യം അത് റദ്ദാക്കണമെന്നാണ് ആവശ്യം. കാരണം ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്ന് കോടതി സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൂടി പ്രതിക്ക് മുൻകൂർ ജാമ്യം എന്തിന് നൽകി എന്നതിന്റെ കാരണം ആ വിധിയിൽ വ്യക്തമാക്കിയിട്ടില്ല എന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഉന്നത സ്വാധീനമുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി ഇയാൾ തെളിവ് നശിപ്പിക്കാനും ജാമ്യം നൽകുന്നത് തെളിവ് നശിപ്പിക്കാനും ഉള്ള കാരണം അല്ലെങ്കിൽ മറ്റ് സാക്ഷികളൊക്കെ സ്വാധീനിക്കാനുള്ള ഇടയുണ്ട്, അതിന് വഴിയൊരുക്കും. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുത് എന്നാണ് പ്രോസിക്യൂഷന്റെ പ്രധാന ആവശ്യം. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയതിനെതിരെയാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഹർജി ഫയലിൽ സ്വീകരിച്ച് ഒരുപക്ഷെ നാളെ തന്നെ ആ ഹർജി പരിഗണിക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ടെന്നാണ് നമുക്ക് വ്യക്തമാകുന്ന വിവരം. ക്രൂരമായ ലൈംഗിക പീഡനത്തിനാണ് ഈ പെൺകുട്ടി ഇരയാക്കിയത് എന്നും ശരീരമാകെ മുറിവേൽപ്പിച്ചു എന്നും അതിജീവിത മൊഴി നൽകിയിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആ കേസ് ഉണ്ടായത്. തന്നെയുമല്ല, ഇയാൾ രാഹുലിനെതിരെ നൽകിയ ആദ്യത്തെ കേസുണ്ട്, ആ കേസിലെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി ഈ മാസം 15-ന് പരിഗണിക്കാനിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എല്ലാ വിധത്തിലുമുള്ള ഒരു ക്രൂരമായ ബലാത്സംഗം എന്ന് തന്നെ നമുക്ക് കാണാവുന്നതാണ്. കാരണം വിളിച്ചു പറഞ്ഞ് പറ്റിച്ച് അവിടെ കൊണ്ടുവന്ന ശേഷം ആക്രമിക്കുകയും കീഴ്പ്പെടുത്തുകയും ബലാത്സംഗം ചെയ്യുകയും ഒക്കെ ചെയ്ത സംഭവമാണ്. അതിൽ ഫനി നൈനാൻ ഉൾപ്പെടെയുള്ളവരുടെ പങ്കൊക്കെ വലിയ ചർച്ച ചെയ്തതാണ് അടൂർ നഗരസഭയിലെ UDF സ്ഥാനാർത്ഥി. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ മുൻകൂർ ജാമ്യം എങ്ങനെ അനുവദിക്കും? അതിൽ പിശകുണ്ട് എന്ന് തന്നെയാണ് ഹൈക്കോടതിയിലേക്ക് ഇപ്പോഴിതാ സർക്കാർ അപ്പീലായി പോകുന്നത്. നേരത്തെ പറഞ്ഞ കാര്യം കൂടിയാണ്. പക്ഷേ ഇപ്പോഴിതാ സർക്കാർ ഹൈക്കോടതിയിൽ ആ ജാമ്യം റദ്ദാക്കണം, മുൻകൂർ ജാമ്യം റദ്ദാക്കണം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണം എന്ന ആവശ്യവുമായാണ് പ്രോസിക്യൂഷൻ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയിലെത്തിയിരിക്കുന്നതിൻ്റെ വിവരങ്ങളാണ് തിയോഫിൻ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.